ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ലോങ് ടേം റിവ്യൂ ചെയ്യാൻ പോവാണ് ഐഫോൺ 12നെ പറ്റിയിട്ട്. ഇപ്പോൾ ഒരു 2 വർഷത്തോളം ഞാൻ ഈ ഐഫോൺ 12 യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. ഈസ് ഇറ്റ് വർത്ത് ബൈയിങ് ഐഫോൺ 12 ഇൻ 2024? ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയാണ്, എല്ലാത്തിനെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഐഫോണിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി നോക്കാം. ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങളൊരു കയ്യിൽ ഇത് പിടിക്കുമ്പോൾ തന്നെ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയണത്, നിങ്ങളിത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് തോന്നും. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ തന്നെയാണ്. ഇത് ലോഞ്ച് ആയത് ഒരു 80,000-നാണ് ലോഞ്ച് ആയത്. 80,000 to 85,000-ലാണ് ഇത് ലോഞ്ച് ആയത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ്സൊക്കെ മേടിക്കുന്ന 30,000-32,000 ഉള്ളിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ബിഗ് ബില്യൺ ഡേയ്സിൽ വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് പുതിയതിന് തന്നെ 30-32 ഉണ്ടാവും. അപ്പോൾ മേടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സെറാമിക് ഷീൽഡാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് താഴത്ത് വീണാലൊന്നും പൊട്ടില്ല. പക്ഷേ ഈ സെറാമിക് ഷീൽഡ് ഒരു ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. നമ്മൾ ടെമ്പർ ഗ്ലാസ് ഒന്നും ഒട്ടിക്കാതെ ഈ ഫോൺ യൂസ് ചെയ്യാൻ വെച്ചാൽ പെട്ടെന്ന് സ്ക്രാച്ച് വീഴും. അത് ആ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് നല്ലൊരു ഡ്രോപ്പ് പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത് ഈ സെറാമിക് ഷീൽഡ് കൊണ്ട്. അതേമാതിരി അലൂമിനിയം ഫ്രെയിമാണ്. പിന്നെ 6.1 ഇഞ്ചാണ്. വൺ ഹാൻഡഡ് യൂസ് ചെയ്യാൻ പറ്റും ഈ ഫോണ്. ഇതിൻ്റെ പിന്നെ നമുക്ക് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സൊക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. മഴക്കാലത്ത് ആയിക്കോട്ടെ, ഇത് വെള്ളത്തിൽ വീണാലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല ഈ ഐഫോൺ 12, ബിക്കോസ് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് എനിക്ക് 10-ൽ 10 മാർക്ക് കൊടുക്കാൻ പറ്റും. ഇതിൽ അത്രയ്ക്ക് നല്ല ഇമ്പ്രസീവായ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇൻ ഹാൻഡ് ഫീലിങ്ങും നല്ല കംഫർട്ടബിളാണത്. അതേമാതിരി ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു 6.1 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ HD OLED ഡിസ്പ്ലേ. ഇതിൻ്റെ നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കാണുക, ഇല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ മൂവീസ് കാണുക. ഇതിൽ HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ മൾട്ടിമീഡിയ കൺസെപ്ഷന് നല്ല ഒരു ഫോണാണത്. നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റും ആവില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഒരു വലിയൊരു നോച്ച് ഉണ്ട്, അതൊരു വലിയൊരു പ്രശ്നമല്ലേ എന്ന്. അപ്പോൾ വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിരുന്നു. ഈ ഫോൺ മേടിച്ചിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് പ്രശ്നം തോന്നിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ്ഡ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നോച്ചൊന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. നിങ്ങളൊരു ലോങ് ടേം ആയിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ സിനിമയോ കാണുമ്പോൾ നമുക്ക് ഈ നോച്ച് വലിയ നന്നായിട്ട് നോട്ടീസ് ആവില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ പറ്റി നോക്കുകയെന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട്. ഇപ്പോൾ നിങ്ങൾ OnePlus 11R ആയിക്കോട്ടെ, നത്തിങ് ഫോൺ 2 ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സൗണ്ട് ക്വാളിറ്റിയാണ്. നമുക്ക് നല്ല ഒരു ബേസ് കിട്ടുന്നുണ്ട്, ട്രിബിൾ കിട്ടുന്നുണ്ട്, നല്ല വോക്കൽസ് കിട്ടുന്നുണ്ട്. ഇതേ പ്രൈസ് റേഞ്ചിൽ എനിക്ക് നത്തിങ് ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ നോക്കി, നത്തിങ് ഫോൺ 2ൻ്റെ. അതൊരു ഫ്ലാറ്റായൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. ഒരു ഡ്രസ്സില്ല അതിൽ സൗണ്ട് ക്വാളിറ്റി കേൾക്കാം. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കുകയെന്ന് വെച്ചാലും, മൂവീസ് കാണുകയെന്ന് വെച്ചാലും, ഇല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുകയെന്ന് വെച്ചാലും നിങ്ങൾക്ക് നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സൗണ്ടാണ് ഇതിൽ കിട്ടുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്യും. ലൈക്ക് നല്ലൊരു സ്പീക്കർ ക്വാളിറ്റിയാണ് ഇതിൻ്റെ. എനിക്ക് പറയാനേ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ കേൾപ്പിച്ചാലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നിങ്ങൾ നേരിട്ട് കേൾക്കണം, അപ്പോഴാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുക. ഓക്കെ, അടുത്തത് ഇതിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് A14 ബയോണിക് ചിപ്പാണ് കിട്ടുന്നത് വിത്ത് 4GB റാം. എൻ്റെ അടുത്ത് 64GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ സ്റ്റോറേജിനെ പറ്റിയിട്ട് പിന്നെ പറയാം. ആദ്യം നമുക്ക് പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ 2 വർഷം മുമ്പേ ഞാൻ മേടിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്, അതേമാതിരത്തെ പെർഫോമൻസ് ആണ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നത്. ഒരു ലാഗും ഒരു ജിറ്ററും ഒന്നും എനിക്ക് കാണാൻ കിട്ടിയിട്ടില്ല. ഇപ്പം എന്ത് ഹാർഡ് ടാസ്ക് ഞാൻ ഇതിൻ്റെ മേലെ ത്രോ ചെയ്താലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ 4K വീഡിയോ എഡിറ്റ് ആവട്ടെ, ഇല്ലെങ്കിൽ ഗെയിമിംഗ് ആവട്ടെ, ഇല്ലെങ്കിൽ ഡേ ടു ഡേ യൂസേജ് ലൈക്ക് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യട്ടെ, നിങ്ങൾക്ക് ഒരു ലാഗും തോന്നില്ല, ഒന്നും തോന്നില്ല.
പക്ഷേ ഒരു ചെറിയ ഡ്രോബാക്ക് ഉണ്ട്. മറ്റേ ഈ പ്രൈസിലൊക്കെ നിങ്ങൾക്ക് 120 ഹേർട്സ്, 144 ഹേർട്സ്, 90 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടും. പക്ഷേ ഈ ഫോണിൽ നിങ്ങൾക്ക് 60 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് കിട്ടുന്നത്. അത് ചെറിയൊരു ഡ്രോബാക്കാണ്. പക്ഷേ ഫോൺ ഒരിക്കലും ലാഗ് ആവില്ല. എനിക്ക് ഇതുവരെ ലാഗ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു എക്സ്പീരിയൻസ് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇവിടെ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കും. ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ ഒന്ന് ഓൺ ആകട്ടെ. അതിൽ നിങ്ങൾക്ക് ഹയ്യസ്റ്റ് സെറ്റിങ്സിൽ ഇതിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൊസസ്സർ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സറായിട്ട് കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ 8+ Gen 1 പ്രൊസസ്സർ ഉണ്ടല്ലോ നമ്മുടെ OnePlus 11R പിന്നെ അതേമാതിരി നത്തിങ് ഫോൺ 2 കിട്ടുന്നത്, ആ പെർഫോമൻസിന് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൻ്റെ 8+ Gen 1 കാട്ട് കുറച്ചുകൂടി നല്ല പെർഫോമൻസാണ് എനിക്ക് iPhone 12 കിട്ടുന്നത്. ബിക്കോസ് അത്രയും ഓപ്റ്റിമൈസ്ഡ് ആയ പ്രൊസസ്സറാണ്, അത്രയും ബാറ്ററി എഫിഷ്യൻ്റ് ആയ പ്രൊസസ്സറാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കോൾ ഓഫ് ഡ്യൂട്ടി ഓപ്പൺ ചെയ്തു. സെറ്റിങ്സിൽ പോയിട്ട് ഓഡിയോ ആൻഡ് ഗ്രാഫിക്സിൽ പോട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈ, ഫ്രെയിം റേറ്റ് മാക്സിമത്തിലാണ് വെച്ചിരിക്കുന്നത്. ഈ സെറ്റിങ്സിൽ വെച്ചിട്ട് ഞാൻ കളിക്കുകയാണെങ്കിലും എനിക്ക് ഇതുവരെ ഒരു ഫ്രെയിം ഡ്രോപ്സോ ഒരു ലാഗോ ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. നന്നായിട്ട് കളിക്കാൻ പറ്റും ഇതിൽ. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് വൈസ് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല. നിങ്ങൾക്ക് ഒരു 30,000 ഫോണാണെന്ന് പറഞ്ഞറിയിപ്പിക്കണം. അത്രയ്ക്കും നല്ലൊരു എന്താ പറയുക ഗെയിമിംഗ് പെർഫോമൻസാണ്. അത്രയും നല്ലൊരു പെർഫോമൻസാണ് ഞാൻ പറയാം ടോട്ടലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റാം മാനേജ്മെൻറ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് 4 GB റാമാണ് കൊടുത്തിരിക്കുന്നത്. റാം മാനേജ്മെൻറ്റിൽ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ മീൻസ് മെമ്മറിയിൽ കുറേ ആപ്ലിക്കേഷൻ, ഒരു 5 to 6 ആപ്ലിക്കേഷൻ ഈസിലി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നൊരു ആപ്ലിക്കേഷൻ ഓണാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ മറ്റന്നാൾ പോയിട്ട് ആ ആപ്ലിക്കേഷനെ ഞാൻ റാമിൽ നിന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് തന്നെ ലോഡാവും. അത് നേരത്തെ ഒരു റാം മാനേജ്മെൻറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് നിങ്ങൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല iPhone 12. ഇപ്പോൾ iPhone 11 ആണെങ്കിലും ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ആവില്ല. പക്ഷേ iPhone 11 A13 ബയോണിക് ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് പവർ ഹംഗ്രി ചിപ്പ് സെറ്റാണ്. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ പെർഫോമൻസിലൊരു പ്രശ്നവും വരില്ല, പക്ഷേ നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവും അതിൽ. അതുകൊണ്ട് നിങ്ങളൊരു iPhone 11 മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാനേ പറയുള്ളൂ. iPhone 12 മേടിക്കുക. ഓക്കെ, ഇതിൽ ബാറ്ററി എഫിഷ്യൻറ്റുമാണ്. ഈ പ്രൊസസ്സർ അത്ര പവർ ഹംഗ്രി അല്ല, ആണെങ്കിലും ഇത് ഭയങ്കര ഒരു പവർഫുള്ളായ ഒരു ചിപ്പ് സെറ്റാണ്. നെറ്റ്വർക്ക് ക്വാളിറ്റിനെ പറ്റി നോക്കാം. നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ ജിയോൻ്റെ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. 5G നല്ല സ്പീഡിൽ കിട്ടുന്നുണ്ട്. എനിക്ക് 5Gയിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല. പിന്നെ 4G കരിയർ എഗ്രിഗേഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ 4Gയുടെ സ്പീഡും അത്യാവശ്യം നല്ലതാണ്. പിന്നെ കോൾ ഡ്രോപ്സൊന്നും എനിക്ക് ഇതുവരെ കാണാൻ കിട്ടില്ല. പിന്നെ കോൾ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. അപ്പോൾ നെറ്റ്വർക്ക് ക്വാളിറ്റി വൈസ് എനിക്ക് ഇതിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല. പിന്നെ അടുത്തത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി വൈസ് നോക്കുകയെന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ ഇൻ ദിസ് പ്രൈസ് സെഗ്മെൻറ്റ്. ബിക്കോസ് നമുക്കിവിടെ 12 MP മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്, 12 MP അൾട്രാ വൈഡ് കിട്ടുന്നുണ്ട്, 12 MP ഫ്രണ്ട് സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ കുറച്ച് പോരായ്മകളുണ്ട്. അതെന്താ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ നല്ല ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ക്യാമറ ഓർ അൾട്രാ വൈഡ് ക്യാമറ നല്ല ഇംപ്രസീവായി ഫോട്ടോസാവും എടുത്തു തരിക. നല്ല ഡീറ്റെയിൽഡ് ആൻഡ് ഇംപ്രസീവായി ഫോട്ടോസാവും എടുത്തു തരിക. അതേമാതിരി ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ഫോട്ടോ ആവും എടുത്തു തരിക. പക്ഷേ ഇൻ വെരി ലോ ലൈറ്റ് കണ്ടീഷൻസ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ നല്ല ഫോട്ടോ എടുക്കും. പക്ഷേ ഇതിൻ്റെ അൾട്രാ വൈഡ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. അതേമാതിരി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ആ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ മെയിൻ ക്യാമറയിൽ നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ വെരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഇതിൻ്റെ ഷട്ടർ സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഷട്ടർ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്രൈറ്റായ ഇമേജസ് കിട്ടും ഇൻ വെരി ലോ ലൈറ്റ് കണ്ടീഷൻസ്. പക്ഷേ അത് തന്നെ എനിക്ക് അൾട്രാ വൈഡിനെ പറ്റി പറയാൻ പറ്റില്ല. അതേമാതിരി എനിക്ക് ഫ്രണ്ട് ക്യാമറേനെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷേ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നമുക്ക് നല്ല പെർഫെക്റ്റായ ഫോട്ടോസാണ് ഇതിൽ കിട്ടുക. അതേമാതിരി ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ. നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, ഇല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഞാൻ കണ്ണടിച്ച് മേടിച്ചോളാൻ പറയും ഈ ഫോണ്. ബിക്കോസ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി അത്രയ്ക്കും നല്ലൊരു ഇംപ്രസീവായ വീഡിയോ ക്വാളിറ്റിയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് S22+ യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും കൂടി കമ്പയർ ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി നോവെയർ നിയർ iPhone 12 ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് ആയിക്കോട്ടെ, വീഡിയോൻ്റെ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, അത്രയ്ക്കും നല്ലൊരു വീഡിയോ ക്വാളിറ്റിയാണ് ഇത് എടുത്തു തരുന്നത്. പിന്നെ HDR വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് 4Kയിലും റെക്കോർഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നിങ്ങളൊരു വ്ളോഗറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല വീഡിയോ ക്വാളിറ്റിയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇൻ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇപ്പോഴും ഇതിപ്പോൾ 2 വർഷമായി ഫോൺ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ നല്ല ഇമ്പ്രസീവായ ഫോട്ടോസാണ് ഇപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് ക്യാമറയിൽ എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും കാണാൻ കിട്ടിയിട്ടില്ല. അടുത്തതാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് എത്രയാണെന്ന് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം. ബാറ്ററി ഹെൽത്ത് നോക്കാന്ന് വെച്ചാൽ 89% ഇവിടെ എനിക്കുള്ളത്. അപ്പോൾ 89% എനിക്ക് എത്രയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നതെന്ന് ഞാൻ പറയാം. എൻ്റെ യൂസേജിൽ, എൻ്റെ കുറച്ചൊരു ഹെവി യൂസേജാണ്. എൻ്റെ യൂസേജിൽ എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. എനിക്കറിയാം കുറേ യൂട്യൂബേഴ്സ് പറയും ഇതിൻ്റെ ബാറ്ററി ലൈഫ് മോശമാണ്, ബാറ്ററി ലൈഫ് തീരെ കിട്ടില്ല, 1 day ബാറ്ററി ലൈഫ് നമുക്ക് എന്തായാലും കിട്ടില്ല, 2 ദിവസത്തെ ബാറ്ററി ലൈഫ് മീൻസ് ഒരു ദിവസം 2 ആണെങ്കിലും ചാർജ് ചെയ്യേണ്ടി വരും. ഇൻ മൈ കേസ്, ഇൻ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എനിക്ക് നന്നായിട്ട് ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തുകൊണ്ടാണ് ഇന്ന് പറയണമെന്ന് ഞാൻ പറയാം. അവർ ലോങ് ടേം ആയിട്ട് അവർ ഈ ഫോൺ മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കണില്ല. അതുകൊണ്ടാണ് അവർക്കത് തോന്നണത്. ഇത് നിങ്ങളൊരു മെയിൻ ഫോണായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാറ്ററി പാറ്റേൺസൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ അനുസരിച്ച് നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫാണ് കിട്ടുന്നത്. എനിക്ക് 89% ആയിട്ടും കൂടി നല്ലൊരു ബാറ്ററി ലൈഫാണ് കിട്ടുന്നത്. 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ ഒരു രാവിലെ 7 o'clock ഞാൻ ഫുൾ ചാർജ് ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും 100% ചാർജ് ചെയ്യും. 80-85% വരെയും ഞാൻ ചെയ്യില്ല, 100% എന്തായാലും ചെയ്യും. ഒരു രാത്രി ഒരു 9:30 ആകുമ്പോഴേക്കും എനിക്കൊരു 10 to 15% ബാക്കി ഉണ്ടാവും അതിൽ. അപ്പോൾ ബാറ്ററി ലൈഫിൽ എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, ഈവൻ ദോ ഇറ്റ്സ് ബാറ്ററി ഹെൽത്ത് 89% ആണ്. ഓക്കെ, അതേമാതിരി ഇതാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇതിൽ നമുക്ക് 20 watt 18 watt എത്ര സപ്പോർട്ട് ചെയ്യണം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ചാർജറൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, അത് പൊക്കോൻ്റെ ഒരു ചാർജറാണ്, അത് വെച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യണത്. അപ്പോൾ ഒരു ബ്രാൻഡഡ് ചാർജർ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ലോക്കൽ ചാർജറൊക്കെ വെച്ച് ചാർജ് ചെയ്യാന്ന് വെച്ചാൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് നാശമാണ്. ഇപ്പോൾ ഞാൻ പൊക്കോൻ്റെ ചാർജറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഒരു 10 to 100 ചാർജ് ആവണമെങ്കിൽ ഒരു 2 hours ഇത് ഫുൾ ചാർജ് ആവാൻ പിടിക്കും. ആ ചെറിയൊരു ഭയങ്കര സ്ലോ ചാർജിങ് ആണ് അതിൽ. പക്ഷേ അതിൻ്റെ അനുസരിച്ച് ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് എനിക്കിപ്പോൾ എപ്പോഴും ചാർജ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഇതിൽ ഞാൻ ഗെയിമിങ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറുണ്ട്, വാട്സാപ്പ് യൂസ് ചെയ്യാറുണ്ട്, ടെലിഗ്രാം യൂസ് ചെയ്യാറുണ്ട്, യൂട്യൂബ് യൂസ് ചെയ്യാറുണ്ട്, അതേമാതിരി കോൾ ഓഫ് ഡ്യൂട്ടി റെഡിറ്റ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എനിക്ക് 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചാർജിങ് സ്പീഡാണ് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലൈറ്റ്നിങ് പോർട്ട് ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി കുറയാന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും USB Type-Cൻ്റെ പോർട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഈ ലൈറ്റിംഗ് പോർട്ട് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കേബിൾ കൊണ്ടുപോകേണ്ടി വരും. ഇപ്പം നിങ്ങൾ 2 ദിവസത്തിനേലും ഒരു ദിവസത്തിന് പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ കേബിൾ എന്തായാലും കൊണ്ടുപോകേണ്ടി വരും. വേറെ ആരുടെ അടുത്തും ലൈറ്റിംഗ് പോർട്ടിൻ്റെ ചാർജർ മീൻസ് കേബിൾ ഉണ്ടാവില്ല. ആ ചെറിയൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് എത്ര വർഷമായിട്ട് യൂസ് ചെയ്തിട്ട്. വേറെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അടുത്ത ബിഗ് ബില്യൺ ഡേയ്സിൽ ഇത് 30,000 കിട്ടുകയെന്ന് വെച്ചാൽ ഇൻ 2024 നിങ്ങൾക്ക് ഇത് മേടിക്കാൻ നിങ്ങൾക്ക് പെർഫോമൻസിൽ ഒരു പ്രശ്നവും വരില്ല, നിങ്ങൾക്ക് ഡിസപ്പോയിൻ്റ് ആവില്ല. അതേമാതിരി ക്യാമറ ക്വാളിറ്റിയിൽ ഡിസപ്പോയിൻ്റ് ആവില്ല. പിന്നെ ബാറ്ററി ലൈഫ് പറയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ഒരു 2 മാസം 3 മാസം സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. എന്നാൽ നിങ്ങളുടെ ബാറ്ററി പാറ്റേൺസ് പഠിക്കുക, അതിൻ്റെ അനുസരിച്ച് നല്ല ബാറ്ററി ലൈഫാവും കിട്ടുന്നത്. അതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയണത്. അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ റിവ്യൂ ഓഫ് iPhone 12. ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.